forces between multiple charges or superposition principle. അപ്പോൾ നമ്മൾ നേരത്തെ കുളോംസ് ലോയിൽ നമ്മൾ പറഞ്ഞത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ചാർജ്, രണ്ടിൽ കൂടുതൽ ചാർജസ് വന്നാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ വേവ്സിന്റെ കേസിലൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, സൂപ്പർ പോസ് മീൻസ് കൂടിച്ചേരുക, രണ്ടോ അതിലധികമോ വേവുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ, അതുപോലെ രണ്ടിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. സോ ഇങ്ങോട്ട് നോക്കാം, ഇവിടെ Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. ഈ Q1 എന്ന് പറയുന്ന ചാർജ് ഞാൻ ഈ പ്ലെയിനിന്റെ ഒറിജിനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ആ Q1 കൂടാതെ Q2, Q3, Q4, അങ്ങനെ n നമ്പർ ഓഫ് ചാർജസ് ഉള്ള ഒരു വലിയൊരു സിസ്റ്റമാണ്. അപ്പോൾ ഈ Q2ഉം Q3ഉം Q4ഉം Qnഉം ഒക്കെ ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ Q1ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ Q1 മുതൽ Q2 വരെ ഒരു പൊസിഷൻ വെക്ടർ R12 ഉണ്ട്. ഇവിടെ ഇതിന്റെ പൊസിഷൻ വെക്ടർ R13 ഉണ്ട്. ഈ Q4ലേക്കുള്ള പൊസിഷൻ വെക്ടർ R14, ദെൻ എന്നിലേക്കുള്ള പൊസിഷൻ വെക്ടർ R19. അങ്ങനെയാണെങ്കിൽ total force acting on Q1, total force acting on Q1, acting on Q1, Q1ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് വിൽ ബി, ആ Q1ൽ ആരൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു? ആ Q1ൽ അല്ലെങ്കിൽ ആ ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ മീൻസ് Q2 എന്ന് പറയുന്ന ചാർജ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. സോ ടോട്ടൽ ഫോഴ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ Q3 എന്ന് പറയുന്ന ചാർജ്, ഈ Q3 എന്ന് പറഞ്ഞ ചാർജ് Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതാണ് F13. ദെൻ അതുപോലെ ഈ Q4 എന്ന് പറഞ്ഞ ചാർജ് Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതാണ് F14. ദെൻ അങ്ങനെ പോയി ഈ Qn എന്ന് പറഞ്ഞ ചാർജും തീർച്ചയായിട്ടും Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്, ദാറ്റ് വിൽ ബി F1n. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും. വെറുതെ നമ്മൾ ആഡ് ചെയ്താൽ പോരാ, അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. സോ ദാറ്റ് വിൽ ബി F12, F13, F14 ആൻഡ് F1n. ഇതിന്റെ എല്ലാത്തിനും വെക്റ്റർ സം ആയിരിക്കും ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 എന്ന് പറഞ്ഞത്. സോ നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? F12 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് 1/4πε0 Q1 Q2 ബൈ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R12 ആണ്. സോ R12ന്റെ സ്ക്വയർ. സോ R12ന്റെ സ്ക്വയർ. സോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഈ Q2 എന്ന് പറയുന്നത് ഈ Q1നെ റിപ്പൽ ചെയ്യുന്നു. അപ്പൊ റിപ്പൽ ചെയ്യുമ്പോൾ നമുക്ക് R12 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ പക്ഷേ Q2 Q1നെ റിപ്പൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, താഴോട്ടാണ്. അതായത് R12ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. So that will be R21 cap. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് R21 ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ഈ R12 എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ്. Q2 Q1നെ റിപ്പൽ ചെയ്യുന്ന ഈ ഡയറക്ഷൻ ആണ്. റിപ്പൾസീവ് ഫോഴ്സ് Q2 ഇതിൽ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. സോ R12ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് R21. അപ്പൊ അതിന്റെ ഡയറക്ഷൻ R21, നമ്മൾ അതിന്റെ യൂണിറ്റ് വെക്ടർ കൊടുക്കുന്നു R21 cap. പ്ലസ് അടുത്തത് 1/4πε0, അടുത്തത് Q1 Q3 by our distance R13 square, so R31 cap, plus it's 1/4πε0 Q1 and Q4 തമ്മിലുള്ളത് divided by R14 square, so R41 cap, R41 cap. അങ്ങനെ പോയി this etc plus 1/4πε0 Q1 ഉം Qn ഉം തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, R1n square and Rn1 cap. ഇതായിരിക്കും അതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതിന് നമുക്ക് സിഗ്മ സമ്മേഷൻ യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. സിഗ്മ സമ്മേഷൻ യൂസ് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേമുകളെ നമുക്ക് വെളിയിലെടുക്കാം. 1/4πε0 കോമൺ ആണ്, Q1 എല്ലാത്തിനും കോമൺ ആണ്. സോ സിഗ്മയില് ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്, 2 മുതലാണ്, 2 മുതൽ n വരെ. സോ എല്ലാത്തിലും സോ QI, then ഐയുടെ വാല്യൂ 2 മുതൽ ഐയുടെ വാല്യൂ n വരെയാണ്. സോ QI R1I സ്ക്വയർ, പിന്നെ ഉള്ളത് RI, then I1 cap. ഇതായിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് സിഗ്മ യൂസ് ചെയ്ത് സമ്മേഷൻ യൂസ് ചെയ്ത് ഈ ഡയറക്ഷൻ നമുക്ക് എഴുതാം. സോ 1/4πε0 ഇതിലെല്ലാത്തിലും Q1 നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു.
സോ സിഗ്മ കൊടുക്കുന്നു. സിഗ്മയില് ഐയുടെ വാല്യൂ ആണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. ഐയുടെ വാല്യൂ തുടങ്ങുന്നത് 2-ൽ നിന്നാണ്. 2 മുതൽ n വരെയാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. സോ 2ന്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും 1/4 Q1. ഐക്ക് 2 കൊടുത്താൽ Q1 Q2 by R1I. സോ 1 2 ഐക്ക് പകരം 2. Then R21 RI1. So that is ഐക്ക് പകരം 2 കൊടുക്കുന്നു. അങ്ങനെ ഏത് വരെ കൊടുക്കാം? n വരെ കൊടുക്കാം. ലാസ്റ്റ് ടൈം 1/4 Q1 Qn R1n square Rn1 cap കിട്ടും. Okay, so this is forces between the multiple charges or superposition principle. അപ്പോൾ ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ടോ അതിലധികമോ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെറുതെ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആഡ് ചെയ്ത് വെച്ചാൽ പോരാ, അതിന്റെ വെക്റ്റർ സമ്മാണ്. കാര്യം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വെക്റ്റർ സമ്മ വേണം അത് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാർജുകളുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സിന്റെ കുളോംസ് ലോയുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നമ്മൾ ചാർജും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഞാൻ ആദ്യമേ തുടങ്ങിയിരുന്നു. നമ്മുടെ ചാപ്റ്റർ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ്. അപ്പോൾ ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു മാഗ്നറ്റൊക്കെ ഒരു പ്ലേസിൽ കൊണ്ടുവെക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ വേറൊരു മാഗ്നറ്റ് അതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് എല്ലാ സ്ഥലത്തും വെച്ചാൽ അട്രാക്ഷനോ റിപ്പൾഷനോ സംഭവിക്കാറില്ല. നമ്മൾ നോർമലി ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ, അതായത് അതിനടുത്തേക്ക് വെക്കുമ്പോഴൊക്കെയാണ് അട്രാക്ഷൻ റിപ്പിൾ. ഇതുപോലെ തന്നെയാണ് ചാർജ്. രണ്ട് ചാർജുകൾ തമ്മിൽ ഒരുപാട് അകലത്തിൽ ഇരുന്നാലൊന്നും അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല, നേരത്തെ പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ തന്നെ വളരെ വീക്കായിരിക്കും. പക്ഷെ അവരടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഒക്കെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ആ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അടുത്തേക്ക് വരുന്നതോറും ഫോഴ്സ് കൂടും. ദെൻ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളൊരു ചാർജ് എടുത്തു വെക്കുന്നു. ഒരു ചാർജ് എടുത്തു വെക്കുമ്പോൾ നമ്മളിവിടെ ഒരു ചാർജ് എടുത്ത് നമ്മളൊരു എയറിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു എൻവയോൺമെന്റ്, അപ്പോൾ ഇതിന് ഇത്രയും ഭാഗത്തായിരിക്കും അതിന് ചിലപ്പോൾ അതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഈ എൻവയോൺമെന്റ്, ഇതിന് ചുറ്റുമുള്ള ആ സറൗണ്ടിങ് ഏരിയ, ആ എൻവയോൺമെന്റ് എന്തിനാ? ഈ ചാർജിന് ഫോഴ്സ്, മറ്റൊരു ചാർജ് വന്നാൽ ഫോഴ്സ് ആക്ട് ചെയ്യാനുള്ള അതിന്റെ ആ എൻവയോൺമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിന് അതിന് ചുറ്റും ഒരു എൻവയോൺമെന്റ് ഉണ്ട്. അതിനകത്തേക്ക് വന്നാൽ മാത്രമേ അട്രാക്ഷൻ നടക്കത്തുള്ളൂ. അതുപോലെയാണ് ചാർജിനും അതിന് ചുറ്റും ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ആ എൻവയോൺമെന്റ്, ആ ഒരു സറൗണ്ടിങ് ഏരിയ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ പെർട്ടിക്കുലർ ആ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് നമ്മൾ എടുത്തു വെച്ചിട്ട് ആ ചാർജിന്റെ ഫീൽഡ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വേറൊരു ചാർജ് നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പൊ Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ അതിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഫോഴ്സിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു F/Q ആയിരിക്കും. സോ Q എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ Q0 എന്ന് പറഞ്ഞ ചാർജിനെ നമ്മൾ കൊണ്ടുവന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് അല്ലേ? അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ചാർജിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കൂളോം ആണ്. സോ ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളോം റേസ് ടു -1, ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളോം റേസ് ടു -1 ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ ഫോഴ്സ് വരുമ്പോൾ ന്യൂട്ടൺ, ദെൻ പെർ ചാർജ് വരുമ്പോൾ ന്യൂട്ടൺ കൂളോം റേസ് ടു -1 ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡും തീർച്ചയായിട്ടും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇത് എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദാറ്റ് ഡയറക്ഷൻ വിൽ ബി, ആ ചാർജിൽ നിന്ന് വെളിയിലോട്ടായിരിക്കും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. സോ ദാറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
റേഡിയലി ഔട്ട്വേർഡ് ആണ് അതിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി അതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ആ ചാർജിൽ നിന്ന് അകത്തോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. റേഡിയലി ഇൻവേർഡ് ആണ് എന്തിന്റെ ഡയറക്ഷൻ? നമ്മൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ഇനി ചിലപ്പോ അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഒന്നും നെഗറ്റീവ് ചാർജ് ഒന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോ ദിസ് വിൽ ബി ക്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0യേക്കാളും വലിയ വാല്യൂ ആണ് ക്യൂവിനുള്ളത്. 0യേക്കാൾ വലിയ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ 0 എന്നായിരിക്കും കണ്ടീഷൻ പറയുന്നത്. അല്ല എങ്കിൽ ക്യൂ ലെസ് ദാൻ 0 എന്ന് പറയും. അതായത് 0യേക്കാൾ ചെറിയ വാല്യൂ ആണ് ക്യൂവിനുള്ളത്. ദാറ്റ് മീൻസ് 0യേക്കാൾ ചെറിയ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ്. സോ നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന് പകരം ഇങ്ങനൊരു കണ്ടീഷൻ തന്നേക്കാം. സോ ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ക്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ചാർജ് ആണ്, ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് ആണ്. സോ ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. അപ്പോൾ ഒരു ചാർജ് നമ്മൾ എടുത്തു വെച്ചാൽ ഈ ചാർജിന് ചുറ്റും അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഏരിയ കാണും. അപ്പോൾ ആ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ അതിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഈസിക്കലി F/Q ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം ആണ്. ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡും ആയിരിക്കും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതൊരു പോയിന്റ് ചാർജ് മൂലം അല്ലെ, ഒരു പോയിന്റ് നമ്മൾ ചാർജ് എടുത്ത് വെച്ചിരുന്നാൽ ഈ ചാർജിന് ചുറ്റുമുള്ള അതിന്റെ സറൗണ്ടിങ്ങിനെ, അതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന അതിന് ചുറ്റുമുള്ള ആ സറൗണ്ടിങ്, ആ സ്പ്രെഡിങ്ങിലേക്ക് നമ്മൾ Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ, Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാൻ വേറൊരു ടെസ്റ്റ് ചാർജ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Q0 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൂളോംസ് ലോ അനുസരിച്ച് ഇവർ തമ്മിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. സോ ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2/r². നമ്മൾ പറഞ്ഞു 1/4πε0 Q1 Q2/r² പറഞ്ഞു. ഇവിടെ Q1 ഉം Q2 അല്ല, പകരം Q Q0. ഇവിടെ Q even Q0 തമ്മിലുള്ള ഡിസ്റ്റൻസ് R തന്നെയാണ്. സോ R². ഇതാണല്ലോ ഫോഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എഴുതുന്നു. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈസ് ഈക്വൽ ടു 1/4πε0. സോറി, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോഴ്സ് ബൈ ഏത് ചാർജിനെ കൊണ്ടുവന്നേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി? Q0 നമ്മൾ കൊണ്ടുവന്നേ. സോ E ഈസ് ഈക്വൽ ടു ഫോഴ്സിന് നമ്മൾ 1/4πε0 Q0/r² ഡിവൈഡഡ് ബൈ Q0. ഫോഴ്സിന് പകരം 1/4πε0 Q0/r² കൊടുത്തു, ഡിവൈഡഡ് ബൈ Q0. സോ Q0യും Q0യും ക്യാൻസൽ ആവുന്നു. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈസ് ഈക്വൽ ടു 1/4πε0 ഇവിടെ Q ഡിവൈഡഡ് ബൈ r². സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 Q divided by r². So this is an electric field acting at a point. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജ് മൂലം ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4πε0 Q/r². ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോഴ്സിന്റെ ഇക്വേഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ രണ്ട് ചാർജ് വേണം. അപ്പൊ അതുകൊണ്ട് ഫോഴ്സിന്റെ ഇക്വേഷനിൽ രണ്ട് ചാർജ് വരും. Q1 Q2 എന്നോ ഇവിടെ Q0 എന്നോ അങ്ങനെയുള്ള രണ്ട് ചാർജുകൾ വരും. രണ്ട് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. Q1 Q2 Q2 Q3 അങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യാൻ ഒരു ചാർജ് മാത്രം ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ മതി, അതിന് ചുറ്റും ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്തേ കാണത്തുള്ളൂ? 1/4πε0 Q/r². ഒരു ചാർജേ കാണത്തുള്ളൂ. ഒരു ചാർജ് മാത്രമുള്ള ഇക്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അത് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓർത്തിരിക്കാം, ഫോഴ്സിന്റെ ഇക്വേഷനിൽ 1/4πε0 Q1 Q2/r² വരും. ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ 1/4πε0 Q/r². അത് മാത്രം, ആ ഒരു ഫോമിൽ മാത്രമായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ചാർജ് ആയാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഒന്നിൽ കൂടുതൽ ചാർജ് ഉള്ള നമ്മൾ ഫോഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്.
ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദാ ഇവിടെ ഒത്തിരി ചാർജുകളുണ്ട്. Q1 എന്ന് പറഞ്ഞൊരു ചാർജ്, Q2, Q3, Q4 അങ്ങനെ n നമ്പർ ഓഫ് ചാർജ് ഉണ്ട്. Qn n നമ്പർ ഓഫ് ചാർജ് ഉണ്ട്. ഇവരെല്ലാം P എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുമാത്രം ഫീൽഡ് ആക്ട് ചെയ്യുന്നു? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിച്ചു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R3, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R4, അങ്ങനെ n നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ Rn. സോ total electric field acting at P. P ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, രണ്ടാമത്തെ ചാർജ് മൂലം P ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൂന്നാമത്തെ ചാർജ്, ഇതിന്റെ എല്ലാം വെക്റ്റർ സം ആയി E3 എക്സെട്ര പ്ലസ് En ക്യാപ്. അപ്പോൾ ഒരു ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞു 1/4πε0. ഒന്നാമത്തെ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് Q1 ബൈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 1/4πε0 Q/r² മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് Q1 ബൈ ആ ഡിസ്റ്റൻസ് R1 ആണ്. സോ R1². ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് R1 ക്യാപ് ആണ്. ഡയറക്ഷൻ R1 ക്യാപ്. R1 വെക്ടർ എഴുതാൻ പറ്റില്ല, യൂണിറ്റ് വെക്ടർ കൊടുക്കുന്നു. പ്ലസ് അടുത്തത് 1/4πε0 Q2 ബൈ R2² R2 ക്യാപ്. ദെൻ വെക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡയറക്ഷൻ കൂടി എഴുതുന്നത്. Q3 ബൈ R3² R3 ക്യാപ് പ്ലസ് എക്സെട്ര പ്ലസ് 1/4πε0 Qn ബൈ Rn² Rn ക്യാപ്. ഇത്രയും വാല്യൂസ് നമ്മൾ അതിൽ കൊടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിൽ കോമൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെളിയിലെടുക്കാം. 1/4πε0 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. സിഗ്മ കൊടുക്കാം. സിഗ്മയുടെ ഐയിലെ വാല്യൂ തുടങ്ങുന്നത് 1 മുതൽ തന്നെയാണ്. I1 മുതൽ n വരെ. Qi ഉണ്ട്, Ri² ഉണ്ട്, പിന്നെ Ri ക്യാപ് ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് 1 തുടങ്ങാം. അപ്പൊ 1 കൊടുക്കുമ്പോഴത്തേക്ക് Q1 ബൈ R1². ഐക്ക് വരെ 1 കൊടുത്താൽ Q1, താഴെ R1² R1 ക്യാപ് ആദ്യത്തെ ടേം കിട്ടും. അടുത്ത ഐക്ക് വരെ നമ്മൾ 2 കൊടുത്താൽ Q2 ബൈ R2² R2 ക്യാപ് രണ്ടാമത്തെ ടേം കിട്ടും. 1/4πε0 അങ്ങനെ നമുക്ക് എവിടം വരെ കൊടുക്കാം? n വരെ കൊടുക്കാം. സോ ലാസ്റ്റ് ടേം Qn ബൈ Rn² Rn ക്യാപ് ലാസ്റ്റ് ടേം കിട്ടും. സോ ദിസ് ഇസ് എ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് P ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്.